ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും 4ാം ക്ലാസ്സിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് മലയാളത്തിലെ ഒരു പുതിയ അധ്യായം പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ചിറകു വിരിച്ച്. കൂട്ടുകാരെ, ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്തു ഭംഗിയുള്ള ചിത്രമാണല്ലേ. എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? ഒരു മഴവില്ലുണ്ട്. അതിൽ 2 കുട്ടികൾ ഊഞ്ഞാലിട്ട് ആടുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് തികച്ചും ഒരു മായാജാലം തന്നെ. പിന്നെ നോക്കൂ, ഒരു കുട്ടി ഇതാ അമ്പിളി മാമൻ്റെ പുറത്തിരുന്ന് താഴേക്ക് നോക്കുന്നുണ്ട്. ഭൂമിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. നല്ല ഭംഗിയുണ്ടല്ലേ. നിങ്ങൾക്ക് അമ്പിളി മാമൻ്റെ പുറത്ത് കയറാൻ ഇഷ്ടമല്ലേ? പിന്നെ ഇതാ ഒരു കുട്ടി മേഘത്തിൻ്റെ പുറത്ത് കിടക്കുന്നു. ആ കുട്ടി മേഘപ്പുറത്തിരുന്ന് ഭൂമിയിലെ ഭംഗി ആസ്വദിക്കുകയാണ്. പിന്നെ നോക്കൂ, ഒരു കുട്ടി ഇതാ ആകാശത്ത് പറന്ന് കളിക്കുന്നു. ആ കുട്ടി ഒരു സ്കൂൾ ബാഗും ധരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ പറന്ന് നടക്കാൻ ഇഷ്ടമാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഭൂമിയിലേക്ക് നോക്കൂ കൂട്ടുകാരെ. ദാ ഒരു ബസ് പോകുന്നുണ്ടല്ലേ. പിന്നെയോ വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മരങ്ങൾ. പിന്നെയോ ഭൂമിയിൽ പുഴയുണ്ട്, വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. പിന്നെയോ അതാ വെള്ളപ്രാവുകൾ കുട്ടികൾക്ക് ചുറ്റും പാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നിങ്ങളും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് ഈ ചിത്രത്തിലുള്ള കുട്ടികളെ പോലെ ഉയരങ്ങളിലേക്ക് പറന്നുയരണം. പിന്നെയോ മരങ്ങളെയും പൂക്കളെയും പുഴകളെയും എല്ലാം സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും വേണം. പിന്നെന്താ പറയുന്നത്? സമാധാനത്തോടു കൂടെയും സന്തോഷത്തോടു കൂടെയും നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കൂടെയും കൂട്ടുകാരുടെ കൂടെയും ഒക്കെ ജീവിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ കൊച്ചു ചിത്രം നമ്മളോട് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായോ? നമുക്കടുത്തതിലേക്ക് പോകാം. ഇത് നോക്കൂ കൂട്ടുകാരെ, എന്താണിതിൽ കാണുന്നത്? ഒരു ബസ് പറന്നു പോകുന്നുണ്ടല്ലേ. ആ ബസ്സിൽ ധാരാളം യാത്രക്കാരുണ്ട്. യാത്രക്കാരിൽ അധികവും ആരാണ്? നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളാണ്. അവർ പുറത്തേക്ക് കൈ വീശി സന്തോഷത്തോടെ പോവുകയാണല്ലേ. താഴെ ഇതാ ആരൊക്കെയാണ് അവരെ നോക്കി നിൽക്കുന്നതെന്ന് നോക്കൂ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് ഈ ബസ്സിനെ കുറിച്ചുള്ളൊരു പാട്ട് പഠിച്ചാലോ? എന്താ, നിങ്ങൾ തയ്യാറല്ലേ? എന്നാൽ വരൂ, നമുക്ക് ഒരുമിച്ച് പാടാം. ചിറകുള്ള ബസ്, വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്, ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ, അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്നു തോന്നും. കൂട്ടുകാരെ, നിങ്ങൾ കവിത കേട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. എന്തൊക്കെയാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്? ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാണ്? ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്സാണല്ലേ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും സന്തോഷവും ആഹ്ലാദവും ഒക്കെ. പക്ഷേ എന്ത് ബസ്സല്ല ഇത്? ഇതൊരു സാധാരണ ബസ്സല്ല. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൈകൾ പുറത്തേക്ക് വീശുന്നുണ്ടല്ലേ. എന്തിനാ വീശുന്നത്? അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണല്ലേ. കൈകളൊക്കെ വീശി ചിരിച്ച് ഉല്ലസിച്ച് അവരുടെ വിനോദയാത്രയ്ക്ക് പോകുന്ന ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണല്ലേ. കുട്ടികൾ കൈ വീശുന്നത് കണ്ടാൽ എന്തിനെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത്? അതിനിപ്പോൾ മുളച്ച ചിറകുകൾ പോലെ ഉണ്ട്. ബസ്സിനൊപ്പം മുളച്ച ചിറകുകൾ പോലെയാണ് കുട്ടികൾ കൈ വീശുന്നത് എന്നാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്.
നിങ്ങൾ പറക്കുന്ന ബസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ, അപ്പോൾ ഇത് ശരിക്കും ഒരു സ്വപ്ന ലോകം പോലെയാണ്. ഇനി നമുക്കൊരു ചോദ്യം പരിചയപ്പെടാം. ചോദ്യം നോക്കൂ. ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ആ, കവിതയിൽ ബസ്സിന് ചിറകുകളുണ്ടെന്ന് പറയുന്നത് അതൊരു വിദ്യാഭ്യാസ ബസ്സാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ ബസ് കുട്ടികളെ പഠനത്തിലേക്ക് പറത്തുന്നു. ചിറകുകൾ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ ബസ് അറിവിൻ്റെ ചിറകുകൾ കൊണ്ടാണ് പറക്കുന്നത്. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ക്ലാസ് നിങ്ങൾ അയച്ചു കൊടുക്കണേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള പുതിയ ക്ലാസ്സുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.